നമ്മൾ ഇനി പോകുന്നു സായന്ന യാത്രയിലേക്ക്. മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് കോട്ടക്കുന്ന്. എന്നാൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കോട്ടക്കുന്നല്ല, അവിടേക്ക് പോകുന്ന വഴിയിലെ ചില കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഉപ്പും എരിവും മധുരവും ഒക്കെ നിറയുന്ന ഉപ്പിലങ്ങാടിയിലെ രസമുള്ള രുചിയുള്ള വിശേഷങ്ങൾ കാണാം. നേരം വൈകുന്നേരത്തിൽ നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം കോട്ടക്കുന്നിന് താഴെയാണ്. കോട്ടക്കുന്നിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണം നിരന്ന് നിൽക്കുന്ന കടകളാണ്. ഇവിടെയൊക്കെ ഉപ്പിലിട്ട പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ ആൾക്കാർ ഉപ്പിലങ്ങാടി എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ. നോക്കൂ, ഇതാ നിറച്ച് ഈ ഉപ്പിലിട്ടത് മാത്രം വിൽക്കുന്ന കടകളാണ്. ഇവിടെ പലയിടത്തും നമ്മൾ കാണാത്ത പല വിഭവങ്ങളും കാണാൻ പറ്റും. ഉപ്പിലിട്ടത് ക്യാരറ്റാണിത്, ചോളമാണിത്, ബീട്രൂട്ട്, അതേപോലെ നെല്ലിക്ക, മാങ്ങേനെ പല ടൈപ്പ് മാങ്ങ ഉണ്ട് അല്ലേ? പിന്നെ സബർജലി, അതുകൊണ്ടല്ലേ ഇത് എന്തൊക്കെയാ ഇവിടെ വെച്ചിരിക്കുന്നത്? നമ്മള് ഇവിടെ പൈനാപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ട്, പിന്നെ ചൗച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്, നെല്ലിക്ക ഉണ്ട്, പേരക്ക ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ചോളം ഉണ്ട്, അങ്ങനെ പിന്നെ വാട്ടർ ഐറ്റംസ് ഇതിന്റെ ടിലോ പോലത്തെ. ചൗച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വെജിറ്റബിൾ ആണത്. വെജിറ്റബിൾ നമ്മള് സാധാരണ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷെ അതിങ്ങനെ പിന്നെ ഉപ്പിലിട്ടതാവുമ്പോ ഒന്നുകൂടി എടുത്ത് കാണിക്കും. അതൊരു പുതിയ പേരാണ്, കാരണം നമ്മൾ ഈ മാങ്ങയും നെല്ലിക്കൊക്കെ എപ്പോഴും കാണാൻ. ഇതെന്താ ഇതില് എരിവില്ല, ഇല്ല, സാധാ ഉപ്പിന്റെ പുളിയും ഇതേ ഉണ്ടാവുള്ളൂ. ചൗച്ചോ എന്നാണ്. ഓ തീർച്ചയായും പിന്നെ എങ്ങനെ തിന്നാം. ഇത് നമ്മള് സാധാരണ കിച്ചണിക്ക് നമ്മള് ഉപ്പേരുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷെ നമ്മളത് ഇങ്ങനെ ഒരു വെറൈറ്റി ആക്കി നോക്കിയപ്പോ ഏറ്റവും മൂവിങ് ഉള്ളത് നല്ല മാംഗോ ആണ്. മാംഗോയും പൈനാപ്പിളും മാംഗോ ആണ് ഏറ്റവും മൂവിങ് ഉള്ളത്. പിള്ളേർക്കെല്ലാം അത് മതി. പിന്നെ മറ്റേതൊക്കെ പിന്നെ ഒന്നെടുത്ത് അങ്ങനെ ടേസ്റ്റ് നോക്കി പോകും. ഉപ്പും മറ്റേ എല്ലാം ഉപ്പ് ഇത് മാത്രമേ ഉള്ളൂ. ഉപ്പ് വിനാഗിരിയുടെ കുറച്ച് ലേശം നമ്മൾ സാധാരണ നോർമലായിട്ട് കിച്ചണിൽ ഉപയോഗിക്കുന്ന വിനാഗിരി. മസാല കൂട്ടി കഴിക്കും. മസാല പിന്നെ ഇവിടെ മസാല അതിനൊരു മുളകും ഇതെല്ലാം കൂട്ടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, നമ്മളെ ചപ്പ്, മല്ലിച്ചപ്പ് എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഇതാണ് കോമ്പിനേഷൻ. ഉറപ്പാണ്. അപ്പൊ ഇതിന്റെ ഒപ്പം വെള്ളം കുടിക്കുന്ന ഉറപ്പാണ്. വെള്ളം പോകും നമുക്ക്. അപ്പൊ നമുക്ക് ആ കൂട്ടത്തില് 10 രൂപേന്റെ വെള്ളവും പോകും. അതന്നെ. പിന്നെ ഇനിയിപ്പോ സെറ്റാക്കി വരുന്നേ ഉള്ളൂ. കിച്ചൺ പരിപാടികൾ നമ്മള് തേങ്ങാച്ചോറ്, ബീഫ് പോലത്തെ ഉണ്ട്. പിന്നെ മലപ്പുറം ഐറ്റംസ്, പിന്നെ നമ്മളെ എണ്ണക്കടികള്, ചായ, ഹോർലിക്സ് പോലത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിപ്പോ ഞാൻ തുറന്നിട്ട് ഇപ്പൊ 3 ദിവസം ആയതേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്കൊരു 2-3 ദിവസം കൊണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ ഉപ്പിലിട്ടതിന്റെ ഒരു നിര തന്നെയാണല്ലോ. നേരുണ്ട്. അവരൊക്കെ പഴയ ആളുകളാണ്, ഞാൻ പുതിയ വന്നേ ഉള്ളൂ. പിടിച്ചു നോക്കാം. ചെലവാകുന്ന ഉറപ്പാണ്. കാരണം പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. കാരണം കെമിക്കൽ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമാണ്. ഉപ്പ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് അപ്പുറത്ത് കാഴ്ച കണ്ടിട്ട് വരാം. തൊട്ടപ്പുറത്തുള്ള കടയിലും കാണാൻ പറ്റും. ഇവിടെ അവിടുത്തെ അതേ സാധനം, പക്ഷെ ഇവിടുത്തെ ഓർക്കപ്പുളിയാണോ കാക്കൂത്? ഇതെന്താ? ചതുരപ്പുളി. ചതുരപ്പുളി, അതേപോലെ ജാതിക്ക അല്ലേ? കുറച്ച് വ്യത്യാസമാണല്ലോ ചതുരപ്പുളിയും ജാതിക്കൊക്കെ. ചതുരപ്പുളി 5, ജാതിക്ക 5, മാങ്ങ 10, പൈനാപ്പിൾ 10. ഇതിപ്പോ ഒരുപാട് കട ഉണ്ടെങ്കിലും ഓരോ കടയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവുന്ന പോലെയാണല്ലോ അല്ലേ? ചിലയിടത്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും. എങ്ങനെ ഏറ്റവും അധികം ആൾക്കാർ ഏതാ വാങ്ങുന്നത്? തേനെല്ലിക്കൊക്കെ. അതെ. കുറെ കാലല്ലേ അവിടെ? ഞാൻ 26 കൊല്ലായി. കോട്ടക്കുന്ന് ഉഷാറായ ഭക്ഷണം ഉണ്ടാക്കി കടതാ. അപ്പൊ ആദ്യമൊക്കെ ഇത് ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ പഴങ്ങാണ് ഒരു ഈ സ്ട്രീറ്റ് മുഴുവൻ ഇത്ര ഉപ്പിട്ട കടയില്ലേ? ഉപ്പിലിട്ട കട എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രചാരമാവുള്ളൂ. അപ്പുലങ്ങാടി. ഇതില് ഈ മാങ്ങയൊക്കെ എല്ലാ കാലത്തും കിട്ടുമോ നമുക്ക്? എപ്പം കിട്ടും. എവിടുന്നാ കിട്ടുക? ഇവിടെ
ഹോൾസെയിൽ കടയിൽ നിന്ന് കിട്ടും. എത്ര ദിവസം ഉപ്പിലിട്ട് വെക്കുന്നതൊക്കെ? അത് മൂന്നാല് ദിവസം കൊണ്ട് വിൽക്കണം. 3 ദിവസമായിട്ട് 4 ദിവസം കൂടുതൽ വെക്കാൻ പറ്റൂല. പക്ഷെ ഉണ്ടമാങ്ങ കുറേ വർഷങ്ങൾക്ക് നിൽക്കും. ബാക്കിയുള്ളതൊക്കെ ഏറ്റവും മാങ്ങേനാണ് പോവുക അല്ലേ? മാങ്ങ ഒക്കെ തന്നെ. ഏറ്റവും അധികം ഇട്ട മധുരം തേന്നലിക്കായിരിക്കും അല്ലേ? തേനരിക്ക കൂടുന്തോറും ദിവസം കൂടുന്തോറും ടേസ്റ്റ് കൊടുക്കും. ടേസ്റ്റ് കൂടും. ഇവിടെ മറ്റൊരു ചെറിയ കടയുണ്ട്. ഇവിടെ പിന്നെ ഉപ്പിലിട്ടതല്ല, നാടൻ പലഹാരങ്ങൾ അല്ലേ? എന്തൊക്കെയാണ്? ക്യാ ഹേ? अभी क्या किया है? ഉം. ये कटला है, अभी रेडी नहीं है. ആ, ये मकरोनी है, ये मुद्रा है, ആ, ये केक है, ആ. കപ്പ കപ്പനെ ये तुम्हारी सेमी है, സെമിയ ये कटलेट है, चिकन चौकोबार है, हाँ। बनाना रोल है, कटाई रोल है, हाँ। पालके के तो फुल नहीं वैरायटी बना. है ना? फुल वैरायटी है। हाँ. अभी फुल रेडी के टाइम हाँ। 3 बजे पहले, शाम हो गए। शाम का फुल टाइम. ये तो वैरायटी है ना, पूरा वैरायटी हाँ, वैरायटी है। पूरा रेडी है. हाँ। अभी ये मसाला रेडी नहीं है, मसाला 3 बजे पहले मसाला रेडी ये है. क्या क्या आइटम ज्यादा बेचता है? मकरोनी, चिकन पकोड़ा, हाँ, चिकन मिन्स पातरी, हाँ, कारामुट्टा, हाँ. ये क्या है? अच्छा, फुल रेडी है. ഇത് ഹെൽത്തി കൂടിയാണ് കേട്ടോ. അതും വേവിച്ച ഐറ്റംസ് ഒക്കെയാണ്. ഈ കടലയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എണ്ണ അധികം മുതിരയൊക്കെ എണ്ണ അധികം ഒന്നും ഉപയോഗിക്കാത്ത പലഹാരങ്ങൾ പെട്ടതാണ്. അത് കുറച്ചുകൂടിയൊക്കെ ഹെൽത്തിയാണ്. എല്ലാം ഇഷ്ടപ്പെടുന്നവർക്കുള്ളതുകൊണ്ട് എന്നാലും ഹെൽത്തി ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇവിടെ വേറെ കട കാണാം. ഇവിടെയുണ്ട് ഇഷ്ടംപോലെ ഉപ്പിലിട്ട പലഹാരങ്ങൾ. സംസാരിക്കാൻ വയ്യാത്ത കാക്കന്മാരൊക്കെ ഓടും. കുഴപ്പമില്ല, അപ്പുറത്ത് എടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ 4-5 കടകളുണ്ട്. ഇതാ ഇവിടെയും കാണാം നമുക്ക് ഒരുപാട്. ഏതൊരു പുളി നേരത്തെ അവിടെ കണ്ട അതേപോലെയൊക്കെ തന്നെയാണ്. നിങ്ങളൊക്കെ സ്ഥിരം വരാറുണ്ടോ ഇവിടെയൊക്കെ? പിന്നെ ഡെയിലി ഡെയിലിയാണോ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ കോട്ടക്കുന്നിൻ്റെ വഴിയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ബിസിനസ് സ്പോട്ട് എന്നൊക്കെ പറയാം. എന്നാൽ കുലിക്ക് സർവത്തൊക്കെ ഉണ്ടാക്കുമോ? ഒന്നുമില്ല, എല്ലാം ഉണ്ട്. പക്ഷേ അവർ നമ്മൾ സംസാരിക്കില്ല. എന്ത് വേണമെങ്കിലും അവരുണ്ടാക്കി തരും അല്ലേ? എന്താണ് സ്പെഷ്യല് ഇന്ന്? എല്ലാം ഉണ്ട്. അപ്പോൾ മലപ്പുറത്തേക്ക് വരുന്നവർ, കോട്ടക്കുന്നിലേക്ക് വൈകുന്നേരങ്ങൾ ആസ്വദിക്കാൻ പോകുന്നവരൊക്കെ ആദ്യം ഈ ഉപ്പിലങ്ങാടി വഴി പോവുക. ഇവിടെ നിരവധി ഉപ്പിലിട്ട സാധനങ്ങൾ വിൽക്കുന്ന കടകൾ കാണാം. ഇവിടെ നിങ്ങൾ ഇതുവരെ രുചിക്കാത്ത ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് രുചിക്കാൻ സാധിക്കും. അത്രയേറെ. എന്താണ് ഇന്നെന്താ ഇവിടെ സ്പെഷ്യൽ എന്നിട്ട് എന്താ ഉള്ളത്? മറ്റു കടയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാം സ്പെഷ്യലാണല്ലേ? ചൗച്ചോ പുതിയ സാധനമായിട്ട് ഇറങ്ങിയതാണല്ലേ? ഏറ്റവും മൂവിങ് മാങ്ങ തന്നെ ആയിരിക്കും അല്ലേ? എല്ലാവർക്കും മാങ്ങയാണ്. ഇത് മുഴുവനായിട്ട് കൊടുക്കും അതൊക്കെ? ഇത് എന്ത് മാങ്ങ? ഇത് റുമാനിയാറ്. അത് നമ്മളെടുത്ത് മുറിച്ച് കൊടുക്കും. എന്താ വില അതിനെ കൊടുക്കാം? 10 രൂപ. 10 രൂപ. വലിയ മാങ്ങ 10 രൂപയേ ഉള്ളൂ. അതാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളുടെ ഒരു അവസ്ഥ. നമുക്ക് കോട്ടക്കുന്നിലേക്ക് വരുന്നവരൊക്കെ ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ട ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിച്ച് അപ്പുറത്ത് മലപ്പുറത്തിൻ്റെ മാത്രമായിട്ടുള്ള വെറൈറ്റി ഫുഡുകളൊക്കെ രുചിച്ച് അങ്ങനെ ആസ്വദിച്ച് ആ സായാഹ്നം ചെലവഴിക്കുക. ഇതാണ് കോട്ടക്കുന്നിലെ വഴിയിലെ ഉപ്പിലങ്ങാടിയിലെ വൈകുന്നേരത്തെ കാഴ്ചകൾ. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18.